പ്രൈസ് ദി ലോർഡ്. കരങ്ങളുയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രങ്ങൾ ഏറ്റുന്നു. അനുഗ്രഹവും പ്രശാന്തം പറയുക. നല്ല പ്രഭാതത്തിനായ ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇത് പകൽക്കാലം നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് ഒരു വലിയ അവസരത്തെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇവിടെ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസന് കുടുംബത്തിനും സഭയ്ക്കും വിശേഷാൽ പ്രിയ ജറിത് ബ്രദർ ആൻഡ് ഫാമിലി എല്ലാ പ്രിയപ്പെട്ട കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ച ദൈവസഭയുടെ നന്ദിയും വന്ദനത്തെയും സ്നേഹത്തെയും പ്രാരംഭത്തിൽ ഉറപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ ദാസന് ഓർപ്പിച്ചത് വളരെ സമയം നൻപപ്പോൾ വളരെ കുറവാണ്. ദൈവം തന്ന സമയത്തിനുള്ളിൽ ഒരു ചിന്ത വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാനായി കർത്താവ് ശരണപ്പെടുകയാണ്. എൻ്റെ പേര് ഒരു വാക്കിൽ പരിചയപ്പെടുത്തിയതിന് ശേഷമായിട്ട് ഞാൻ വചന ശുശ്രൂഷ കടന്നു കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ്. 2 കുഞ്ഞുങ്ങളാണ് എനിക്ക്. മൂത്ത മകൻ തിരുവനന്തപുരത്ത് ഫാമിലിയായിട്ട് കുടുംബമായിട്ടായിരിക്കുന്നു. ഇളയ മകനും കുടുംബം ഇവിടെ മാർക്കം എന്ന് പറയുന്ന സ്തോത്ര ടൊറൻറ്റോയിൽ ആമേശ്വര വരെ ഇവിടെ പാർത്തുകൊണ്ട് ജോലി ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപയാലെ സ്തോത്രം 5 മാസമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ട് 4.5 മാസം കഴിഞ്ഞു. കർത്താവ് വന്നില്ല എങ്കിൽ കർത്താവ് അടുത്ത മാസം ഈ സമയത്ത് ഞങ്ങൾ കടന്നു പോവുകയാണ്. തിരുവനന്തപുരത്ത് സ്തോത്രമലയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വില 4 വർഷം കഴിഞ്ഞു. 25ാമത്തെ വർഷത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ സ്തോത്രം 10 വർഷമായി സ്തോത്രം ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ സ്തോത്രമല നെരുവാമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് അനുഗ്രഹയുടെ ഒരു സഭ ഞങ്ങൾക്കുണ്ട്. സ്തോത്രമലയിൽ പെനിയൽ വർഷിപ്പ് സെൻറ്റർ. ഏകദേശം കർത്താവിൻ്റെ കൃപയാൽ 100-ൽ പരം ആത്മാക്കളെ കർത്താവ് ദേശത്ത് 10 വർഷമായി സുഷിപ്പാൻ കർത്താവ് ക്രമം നൽകി. അത് ഓർത്ത് ഞാൻ സകല മഹത്വമാനും കർത്താവിന് അർപ്പിക്കുന്നു. വേഗത്തിൽ ഒരു വചനചിന്തയിലേക്ക് വേഗത്തിൽ കടന്നു വന്ന ദൈവം തന്ന ചിന്ത വേഗത്തിൽ പറഞ്ഞ ഇന്ന് പകൽക്കാല സ്തോത്രം പ്രാർത്ഥിപ്പാനായി കർത്താവ് ശരണപ്പെടുകയാണ്. അല്പം നേരത്തെ ചിന്തയ്ക്കാതരമായി എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ സ്തോത്രം 9-ാം അധ്യായം അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ഒരാൾ ശബ്ദമുരുതുമായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം ആമേൻ ദൈവത്തിൻ്റെ സ്തോത്രം 9-ാം അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങൾ. യെസ്, ദൈവത്തിന് സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവൻ തളിക്കാൻ പശുഭോസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിന് നിഷ്കളങ്കന തന്നെത്താൻ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പൊക്കി എത്രയധികം ശുദ്ധീകരിക്കും. ക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തത്തെ ആരാധിപ്പാൻ യോഗ്യനാക്കുന്ന ഒരു രക്തമാണ് യേശുവിൻ്റെ രക്തം. ആട്ടുകൊറ്റൻ്റെയും കാളക്കിടാവിൻ്റെ രക്തം മലിനപ്പെട്ടവൻ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരും നിത്യാത്മാവിനെ നിഷ്കളങ്കനെ തന്നെ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസ മാർഗമെന്ന് പറയുന്ന ഒന്ന് ആരാധനയുടെ മാർഗമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. 3 പോയിന്റ് വേഗത്തെ പറഞ്ഞ ആമേൻ പ്രാർത്ഥിപ്പാനായി കർത്താവില്ല. 1, ദൈവത്തെ ആരാധിക്കുന്ന മാർഗമാണ് നമ്മുടെ മാർഗം. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ നീതിയാകിയാൽ ആട്ടുകൊറ്റനെയും കാളക്കിടാവിൻ്റെ രക്തം മലിനപ്പെട്ടവൻ തളിക്കുന്ന പശുഭസ്മം അമൈഷ്ടോത്രം ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവനെ തന്നെത്താൻ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം ആമേഷ്ടോത്രം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ പ്രവർത്തികളെ പൊക്കി എത്രയധികം ശുദ്ധീകരിക്കും. 1-ാമത്തെ മാർഗമെന്ന് പറയുന്ന ആരാധന മാർഗമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സർവശക്തനായ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ആരാധിപ്പാൻ ഇന്ന് പകൽക്ക് ദൈവത്തിന് മടി കാണിക്കരുത്. ഈ കാലഘട്ടത്തിന്റെ യുഗാന്ത്യങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഈ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ഇന്ന് പകൽക്കൽ തിരിച്ചറിയാതെ പോകരുത്. 1-ാമത്തെ മാർഗം ആരാധന മാർഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റെല്ലാ സാഹചര്യത്തിനും സമയം നമുക്ക് അവസരമുണ്ട്. എല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മ വിളിച്ചു പറയട്ടെ, ആരാധിപ്പാൻ നമുക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുവാൻ, ഹൃദയങ്ങളെ ഒന്ന് ചലിപ്പിക്കുവാൻ, കരങ്ങളെ തട്ടിക്കൊണ്ട് സ്തോത്രം പറയുവാൻ എത്ര പേർക്ക് പകൽക്കാലം കഴിയുമെന്ന് എനിക്കറിയത്തില്ല. നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിപ്പാനാ ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലെ വിശുദ്ധന്മാരുടെ ആരാധനയ്ക്ക് വേണ്ടി അവൻ കുനിഞ്ഞു നോക്കുന്ന, ശ്രദ്ധ വച്ച് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ശ്രദ്ധിക്കണമേ,
ദൈവം ഇതുവരെ നമ്മെ കൊണ്ടെത്തിച്ച, ദൈവം ഇതുവരെ നടത്തി കരം പിടിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ നീതി ഒന്ന് മാത്രം ഓർത്താൽ മതി. അറിയാതെ ഹൃദയത്തിനകത്ത് ഒരു നന്ദി പ്രകടനം, അറിയാതെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ വന്നുപെടുവാനിടയായി തീരും. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ആട്ടുകൊറ്റനെയും കാളക്കിടാവിന്റെ രക്തം മലിനപ്പെട്ടവനെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരും നിത്യാത്മാവിനെ നിഷ്കളങ്കനെ തന്നെ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം അത് സാധാരണ രക്തമല്ല, അസാധാരണമായ രക്തമാണ്. ആ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒന്നാമത്തെ മാർഗം മറന്നു പോകരുത്, ആരാധനയുടെ മാർഗമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പുറത്തു വരുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ഹല്ലേലൂയ. 63-ാം സങ്കീർത്തനത്തിൽ അത് 2-3 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തെ മഹത്വകരിപ്പീൻ. ആ വാക്യത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് മഹത്വമായി കൊടുക്കണം. ആർക്കും വേണ്ട ആരാധന ദൈവത്തിന് വേണ്ട. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് മഹത്വമുള്ളതായിരിക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ആരാധന കൊടുക്കുന്നുവെങ്കിൽ അത് നേരാമുള്ളവളെ ആരാധനയായിരിക്കണം. ആർക്കും വേണ്ടത് കൈയടി എന്ന ദൈവത്തിന് വേണ്ട, ആർക്കും വേണ്ടത് സ്തോത്രം എന്ന ദൈവത്തിന് വേണ്ട. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് മഹത്വമുള്ളതായിരിക്കണം. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് മഹത്വമുള്ളതായിരിക്കണം. ദൈവത്തിന് കൊടുക്കുന്ന സ്തുതി അത് ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കണം. അതേ സങ്കീർത്തനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് കൊടുക്കണമായ പഴയുന്ന ഭക്തന്മാർ തടിപ്പിച്ച മൃഗങ്ങളെ യാഗമർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പഴയ ഭക്തന്മാർ തടിപ്പിച്ച മൃഗങ്ങളെ യാഗമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ, ഇന്ന് മക്കൾക്ക് വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് മഹത്വമുള്ളതായിരിക്കണം. ആർക്കും വേണ്ടത് ഈ ആരാധന എന്ന ദൈവത്തിന് വേണ്ട. ഓർക്കണമേ, ദൈവം ഇന്നലകളിൽ കഴിഞ്ഞ 2 വർഷത്തിന് മുന്നമേ, കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുന്നേ, ഒരു 10 വർഷത്തിന് മുന്നേ, ഒരു 20 വർഷത്തിന് മുന്നമേ ദൈവം നീ എവിടെയായിരുന്നോ അവിടെ നിന്ന് ഇതുവരെ നിന്നെ കരം പിടിച്ച് ഇതുവരെ കണ്ടെത്തിച്ച ദൈവത്തെ ഒന്നോർത്താൽ അറിയാതെ ഹൃദയത്തിനകത്ത് ഒരു നന്ദി പുറത്തു വരുവാനിടയായി. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് മഹത്വമുള്ളതായിരിക്കണം. ആർക്കും വേണ്ടാത്ത ആരാധന എന്ന ദൈവത്തിന് വേണ്ട. ഒന്ന്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ്. ആട്ടുകൊറ്റനെയും കാളക്കിടാവിന്റെ രക്തം മലിനപ്പെട്ടവനെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനെ നിഷ്കളങ്കനായി തന്നെ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ, മരിച്ച ദൈവത്തെയല്ല ദൈവജനെ ഞാൻ നിങ്ങൾ ആരാധിക്കും. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകത്തുള്ളൂ. എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ജോലിക്ക് പോകുവാൻ സമയമുണ്ട്. നമ്മൾ അലാറം എഴുന്നേൽക്കുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളിലും നാം ഇഷ്ടോത്രമായ സമയം കണ്ടെന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇഷ്ടോത്രം ഇന്ന് രാത്രി ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, നാം മറന്നു പോകരുത്. ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അത് മഹത്വമായി കൊടുത്തേ മതിയാകത്തുള്ളൂ. ചൂടാരവശാന്തേരകനെ ജാനാധികത്തുരി വൈഡ. ഒന്ന്, നമ്മുടെ മാർഗം എന്ന് പറഞ്ഞ ആരാധനയുടെ മാർഗമാണ്. രണ്ടാമത്തെ മാർഗം വിശ്വാസത്തിന്റെ മാർഗമാണ്. സ്തോത്രം. മൂന്നാമത്തെ മാർഗം വിശുദ്ധിയുടെ മാർഗമാണ്. നാലാമത്തെ മാർഗം പ്രാർത്ഥനയുടെ മാർഗമാണ്. അഞ്ചാമത്തെ മാർഗം പുനരുത്ഥാനത്തിന്റെ മാർഗമാണ് നമ്മുടെ മാർഗം. സ്തോത്രം. 5 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിരിപ്പാൻ കർത്താവിന് ഒന്നാമത്തെ മാർഗം ആരാധനയുടെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ മാർഗമാണ്. എന്താണ് വിശ്വാസത്തിന്റെ മാർഗം? അബ്രഹാം പൂർവ്വപിതാവായിരിക്കാൻ ഇഷ്ടത്ര കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നിശ്ചയമാണ്. എബ്രായലേഖനം 11-ാം അധ്യായം 1-ഉം 16-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് അവന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവം അടിവരയിട്ട് പ്രസ്താവിക്കുകയാണ്. 15-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയെ ദൈവം അടിവരയിട്ട് അവിടെ ഒന്നുകൂടി കൊള്ളുന്നു. 17-ാം അധ്യായത്തിൽ പ്രാരംഭവാക്യം കടക്കാൻ കഴിയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് സന്തതികൾ ജനിക്കുമെന്ന് അബ്രഹാമിന്റെ ഈ വാഗ്ദത്തം പറയുകയാണ്. സ്തോത്രം. അധികാലത്തെ മെസൊപ്പൊത്താമ്യയിൽ വെച്ച് അബ്രഹാമിന് 2 ദൈവദൂതന്മാരുമായിട്ട് ദൈവം സംസാരിക്കുകയാണ്. വെയിലുറച്ചപ്പോൾ
ആമേൻ. ആ ദൈവത്തിന്റെ ദൂതന്മാരും ദൈവം ആമേൻ അബ്രഹാമിന്റെ കൂടാരവാതിൽക്ക് വരികയാണ്. അബ്രഹാം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് തന്റെ കൂടാരത്തിന്റെ അകത്തവരെ ആമേൻ സ്തോത്രം വിളിച്ച് ആമേൻ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠമായ കളക്കിടവനെ പിടിച്ചറുത്ത് ആമേൻ സ്തോത്രം എല്ലാവർക്കും വിഭുസമൃദ്ധമായ ആഹാരത്തെ കൊടുത്ത് ആമേൻ സ്തോത്രം മടങ്ങിപ്പോകാൻ എഴുന്നേൽക്ക് സ്തോത്രം പറയുമ്പോൾ അബ്രഹാമിന്റെ ദാസിയുടെ ആമേൻ ഒരു ദൂത് പറയുകയാണ്. ദൈവം ഇടപെടുകയാണ്. അടുത്ത ആണ്ട് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ നീ ഒരു ആമേൻ സ്തോത്രം തലമുറയെ മാറോട് ചേർത്ത് അണച്ചുകൊള്ളും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, 75 വയസ്സുള്ള വയോവൃദ്ധിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്തുളകിൽ പ്രത്യാശയുടെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ബയോളജിക്കൽ പരമായി ഒരു സാധ്യതകളുമില്ല. എല്ലാ സാധ്യതകളും അസ്തമിച്ച് നിൽക്കുമ്പോൾ സാറ ഉള്ളുകൊണ്ട് പിടഞ്ഞു ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം കവണുമെന്ന് ചിരിക്കും. നമുക്ക് അവിടെ തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നു. ആമേൻ. എന്നാൽ അബ്രഹാം ആ ദൂത്, ആ പറഞ്ഞ ദൈവീയ സന്ദേശത്തെ തന്റെ ഹൃദയത്തിനകത്ത് അമ്മാനമാടുവാനിടയായി തീർന്നു. 25 വർഷക്കാലം തന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് നിവർത്തി വേണ്ടി കാണാത്ത കാര്യങ്ങളൊക്കെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരുകൾ പോലെ എനിക്ക് സന്തതികൾ ജനിക്കുമെന്നുള്ള ദൈവീയ വാഗ്ദത്തത്തിന് നിവർത്തിക്ക് വേണ്ടി തന്റെ ഹൃദയത്തിനകത്തിട്ടുകൊണ്ട് സ്തോത്രം പറഞ്ഞൊരു ഭക്തനാണ് നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നിന്റെ മുമ്പിൽ ഇമ്പോസിബിളായി പലതും മുൻപിൽ നിൽക്കുമ്പോൾ ദൈവീയ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ പൈതലെ അടിയുറച്ച് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ? 1 ആരാധനയുടെ മാർഗം, 2 വിശ്വാസത്തിന്റെ മാർഗം. ആട്ടുകൊറ്റനെ കാളക്കിടവന്റെ രക്തം മലിനപ്പെട്ടവൻ തളിക്കുന്ന പശുഭസ്മം ജഡീ ശുദ്ധി വരുന്ന നിത്യാത്മാവിനാൽ നിഷ്കളങ്കനെ തന്നെ അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തം. അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ പ്രവൃത്തികളെ പൊക്കി എത്രയധികം ശുദ്ധീകരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ മാർഗം എന്ന് പറയുന്നത് അവൻ വിശുദ്ധിയുടെ മാർഗമാണ്. പ്രിയരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് ഇന്ന് പകൽക്കാലം ആത്മാവിലെന്ന് തിരിച്ചറിഞ്ഞു വേണം മടങ്ങി പോകുവാൻ. വിശ്വാസന മാർഗത്തെ പോലെ അവൻ അതിപ്രധാനമായ മർമ്മം അവൻ നമ്മുടെ മാർഗത്തിലുണ്ട്. വിശുദ്ധിയുടെ മാർഗമാണ്. 1066 പ്രാവശ്യം വിശുദ്ധി എന്ന പദം വിശുദ്ധ തിരുവഴുത്തിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നിനു പറയെ ഒരു മാലയ്ക്കകത്ത് മുത്തുമണികൾ കോർത്തിണക്കുന്നത് പോലെ 1066 പ്രാവശ്യം വിശുദ്ധി എന്ന പദം അതിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവ് വിശുദ്ധനായ ദൈവമാണ്. ആമേൻ. സ്തോത്രം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും അരുളി ചെയ്ത കർത്താവ്. വിശുദ്ധനാ ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ. ഇത് പകൽക്കാലം ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ മതിയാകത്തുള്ളൂ. വിശുദ്ധനാ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ നീതി ഞാനും നിങ്ങൾ കാണണമെങ്കിൽ വിശുദ്ധി എന്ന പദം ആമേൻ സ്തോത്രമല്ല ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് അടിവരയിട്ട് കൊള്ളുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാപ്രസംഗം 8:9 വായിക്കുമ്പോൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 8:9 സഭാപ്രസംഗയുടെ പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം എനിക്കറിയാം, വായിച്ചാട്ടെ. നിങ്ങളുടെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. ആമേഷ്ടം. നിങ്ങളുടെ തലയിൽ എണ്ണ കുറഞ്ഞു പോകാതെ വെള്ള വിശുദ്ധിയകൾ. സഭാപ്രസംഗയുടെ പുസ്തകം 9:8 ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ആമേഷ്ടം വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. വെള്ള വിശുദ്ധിയെ കാണിക്കുകയാണ്. ആമേഷ്ടം വെളുത്ത ഷർട്ട് ഇട്ടതുകൊണ്ട് കറുത്ത പാൻറ് ഇട്ടതുകൊണ്ട് വിശുദ്ധനാകത്തില്ല. അങ്ങനത്തെ അന്തരാത്മാവിൽ തിരിച്ചറിയുന്ന ഒരു വിശുദ്ധനാ ദൈവം നമുക്കുണ്ട്. അത് മറന്നു പോകരുത്. അത് കാനഡയായാലും ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും മറന്നു പോകരുത്. നിങ്ങളെ കാണുന്ന അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുണ്ട്, അത് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പനെ മറയ്ക്കുവാൻ പറ്റും, അമ്മയെ മറയ്ക്കുവാൻ പറ്റും, പാസ്റ്ററെ മറയ്ക്കുവാൻ പറ്റും. എന്നാൽ ദൈവത്തെ അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള ആ മാറത്ത് പൊൻകച്ച കെട്ടിയ ആ യമനനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും മറവല്ല. ദൈവത്തിന് സ്തോത്രം. മഹത്വം ഉണ്ടാകട്ടെ. ഒരു വാക്ക് അവിടെ നിന്നുകൊണ്ട് ഞാൻ അമ്മയെ ഉദ്ധരിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാൻ കർത്താവിൽ ഞാൻ വേഗത്തിൽ സന്നപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം അല്പസുഖത്തിന് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി, അല്പം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ജഡിക ഉല്ലാസത്തിന് വേണ്ടി, ജഡിക സന്തോഷങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയുടെ അല്പം നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മനെ ദുഃഖിപ്പിക്കരുത്. ശ്രദ്ധിക്കണമേ. അല്പസുഖ വിശുദ്ധിയുടെ പദത്തിൽ ഞാൻ ചേർത്തൊന്ന് പറയുകയാണ്. അല്പസുഖത്തിന് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി, അല്പം നന്മയ്ക്ക് വേണ്ടി, ഭൂമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, ദുഃഖിപ്പിക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് രക്ഷയുടെ സന്തോഷം നമുക്ക് ദൈവം തിരികെ തരണമെങ്കിൽ, ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ നിങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞാൽ മതിയാകത്തുള്ളൂ. പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്കൊരു ചരിത്രമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനന്യാസ് പറയുന്ന ആ കുടുംബത്തെ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയാതെ പോകരുത്.
അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്ന ഒറ്റ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അത് മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊരു ആക്സിഡന്റ് ഡെത്ത് അല്ല, ഒരു നോർമൽ ഡെത്ത് അല്ല, ഒരു അപകട മരണമല്ല, മറിച്ച് ദൈവത്തിന് സ്തോത്രം രോഗം വന്നിട്ട് മരിച്ചത് പോയതല്ല. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധ വ്യാജം കാണിച്ചു എന്നുള്ള ഒറ്റ തെറ്റാൽ സ്തോത്രം അല്ലെങ്കിൽ അവര് ജീവിതത്തിൽ നേടേണ്ട നന്മകളെല്ലാം അവിടെ അസ്തമിച്ചു പോയി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒരു കാര്യം സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രബോധിപ്പിക്കട്ടെ. അല്പ സുഖത്തിന് വേണ്ടി, അല്പ സന്തോഷത്തിന് വേണ്ടി, അല്പ നന്മയ്ക്ക് വേണ്ടി, അല്പ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധതയെ ദുഃഖിപ്പിക്കരുത്. ഓർപ്പിച്ചോല്ലോ, മമ്മിയെ മറയ്ക്കും പറ്റും, പപ്പയെ മറയ്ക്കുവാൻ പറ്റും, ഡാഡിയെ മറയ്ക്കുവാൻ പറ്റും, എന്നാൽ ദൈവത്തെ മറയ്ക്കുവാൻ ആർക്കും കഴിയില്ല എന്നുള്ള മറന്നു പോകരുത്. വിശുദ്ധി എന്ന പദം ഇന്നിരാ പകൽക്കാലം മറന്നു പോകരുത്. 1066 പ്രാവശ്യം സ്തോത്രം ഹല്ലേലൂയ ഭാവമായിട്ട് വളരെ ബന്ധമുണ്ട്. അതേക്കുറിച്ച് കയറി ഒന്ന് പ്രസംഗിക്കുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ആ വേഗത്തിൽ അവിടെ ഒന്ന് തൊട്ടുപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നമുക്ക് 67 സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒടുവിലത്തെ വാക്യ ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. അവൻ പാവമായിട്ട് ബന്ധമുണ്ട്. വിശുദ്ധിക്ക് ദൈവത്തിന് സ്തോത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കണമേ, ഞാൻ ഓർപ്പിച്ചത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അല്പസുഖ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. ഞാൻ ഓർപ്പിക്കട്ടെ, നീ ദൈവത്തെ നേരാമണ്ണം സെവിപ്പനിറങ്ങി തിരിച്ചാൽ ഒരു നന്മയും ഒരു കരുണയും നിന്നെ വിട്ട് മാറിപ്പോകത്തില്ല. ദൈവത്തിന് വേണ്ടി നീതിയോടെ ജീവിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. സാഹചര്യങ്ങൾ മാറിപ്പോയാലും സാധ്യതകൾ മാറിപ്പോയാലും നിന്നോടുള്ള വാഗ്ദത്തം ദയ കൊണ്ട് മറയ്ക്കും. അത് മറന്നു പോകരുത്. നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം അത് മാറിപ്പോകത്തില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദയ അത് മാറിപ്പോകത്തില്ല. 23-ാം സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം വായിക്കുന്നു, നന്മയും കരുണയും എന്നെ ആയുഷ്കാലമാക്കി നിന്നെ എന്നെ പിന്തുടരും. ദൈവത്തിന് സ്തോത്രമല്ലേ. ഒരു നന്മയുടെ പിറകെ പോകണ്ട, ഒരു ടെക്നിക്കൽ പരിപാടിക്ക് പോകണ്ട. നീ ദൈവത്തിന് നേരാമണ്ണം ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ, നേരാമണ്ണം ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിൽ, നന്മയും കരുണയും നിന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ നിന്നെ പിന്തുടരും. സ്തോത്രം ഹല്ലേലൂയ. പ്രിയരെ, സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഒരു നന്മയുടെ പിറകെ പോകണ്ട. നീ ദൈവത്തെ വേണ്ടി നേരാമാണ് സ്തോത്രം പറഞ്ഞാൽ മതി, ദൈവത്തെ ആരാധിച്ചാൽ മതി. ദൈവത്തിന്റെ കൃപ നിന്നെ വിട്ട് മാറിപ്പോകത്തില്ല. ദൈവത്തിന്റെ ദയ നിന്നെ വിട്ട് മാറിപ്പോല. നിന്നോടൊരു വാഗ്ദത്ത ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത ദൈവം മറക്കുന്ന ദൈവമല്ല, അവൻ ഓർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ ഓർക്കും. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം മറന്നു കളഞ്ഞാലും, സ്നേഹിതന്മാരെല്ലാം മറന്നു കളഞ്ഞാലും ദൈവം നമ്മെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. ഉറപ്പിച്ചതുപോലെ സ്തോത്രം ഹല്ലേലൂയ. വിശുദ്ധി എന്ന പദം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. ആ സ്തോത്രം അകൃത്യത്തെക്കുറിച്ച്, ആ പാപത്തെക്കുറിച്ച് പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരോറ്റമായ എന്ന ഗ്രീക്ക് പദമാണ്. സ്തോത്രം. പാപമാണോ എന്ന് ചോദിച്ചാൽ പാപമല്ല, പാപമല്ലേ എന്ന് ചോദിച്ചാൽ പാപമാണ് എന്ന് പറഞ്ഞാൽ സ്തോത്രത്തിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇരുമ്പിലെ തുരുമ്പ് പോലെ, പാറയിലെ പായല് പോലെ, വസ്ത്രത്തിന്റെ അഴുക്ക് പോലെ. ഇതാണ് പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിർവചനം. എങ്ങനെയാണ്? ഇരുമ്പിലെ തുരുമ്പെന്നല്ല, ഒരു കെമിക്കൽ ഉപയോഗിച്ച് നന്നായി തൂത്ത് കഴിഞ്ഞാൽ, ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ട്. വസ്ത്രത്തിന്റെ അഴുക്ക് നന്നായി ഒന്ന് കഴുകിയാൽ അത് മാറിക്കിട്ട്. പാറയിലെ പായല് നല്ലൊരു കെമിക്കൽ ഉപയോഗിച്ച്, നല്ലൊരു ബ്രഷ് ഉപയോഗിച്ച് അത് ചുരണ്ടിയാൽ അത് മാറിക്കിട്ട്. പരോക്ഷമ എന്ന പദത്തിന് കൂടെ നിർവചനം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. നമ്മുടെ പ്രത്യാശ ഇവിടം കൊണ്ട് തീരത്ത് പോകത്തില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യം മുഖത്തിൽ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞോട്ടെ. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞ് 70, 70 ഏറെയാൽ 80, അത്രയൊക്കെ ഭൂമിയിൽ ആയുസ്. ഹല്ലേലൂയ. ജനിച്ചാൻ അറിയാൻ ദൈവത്തിന് സ്തോത്രം. എൻ്റെ മൂത്ത സഹോദരൻ ദൈവത്തിന് സ്തോത്രം. ഒരാള് 46 വയസ്സിൽ ലോകത്ത് ആക്സിഡന്റ് മാറ്റപ്പെട്ടു. മറ്റൊരു ജ്യേഷ്ഠൻ ദൈവത്തിന് സ്തോത്രം 36 വയസ്സുള്ള ഒരു ജ്യേഷ്ഠൻ ആക്സിഡന്റിൽ 1.5 വർഷം കോമൺ സ്റ്റേജിൽ കിടന്നു. ആ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ദൈവത്തിന് സ്തോത്രം സൗദി അറേബ്യയുടെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടും. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയും 70, 70 ഏറെയാൽ 80, അത്രയൊക്കെ മോശയുടെ കണക്കനുസരിച്ച് അത്രയൊക്കെ ഉള്ളുമെന്നേ. 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ വളരെ പാടാ.
എനിക്ക് 54 വയസ്സുണ്ട്. 1970 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 54 വയസ്സുള്ള എൻ്റെ ജീവിതത്തിന് 3/4% കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, നേരാവണ്ണം ജീവിച്ച ദൈവത്തിൻ്റെ മഹത്വം നീതി തിരിച്ചറിയാതെ പോകരുത്. ഈ ലോകത്തിന്റെ നന്മ നമ്മുടെ ഒരെ കൊണ്ടെത്തിക്കത്തില്ല. നമ്മെ കൊണ്ടെത്തിക്കുന്ന നീതിയുടെ കവചമുണ്ട്. ആ കവചം വിട്ട് ഞാൻ നിങ്ങൾ മാറിപ്പോകരുത്. വിശുദ്ധിയുടെ മാർഗം 1, ആരാധനയുടെ മാർഗം 2, വിശ്വാസത്തിന്റെ മാർഗം. 3ാമത്തെ മാർഗം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ മാർഗമാണ്. സ്തോത്രം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയുടെ പറയുന്ന അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കണം. അംഗം പൊരുതുന്നവർ സകലത്തിനും വർജനം ആചരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ എന്ന് വെച്ച് ഈ പോർക്കളത്തിൽ ഞാനും നിങ്ങളും യുദ്ധം ചെയ്ത് അംഗം പൊരുത് ജയിക്കേണ്ടവരാണെന്ന് പൗലോസ് പ്രത്യാശയോടെ വിളിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഈ പോർക്കളത്തിൽ യുദ്ധയാത്രമാരുടെ യുദ്ധം ചെയ്ത് പടപെട്ട് മുന്നേറിയ മതിയാകത്തുള്ളൂ. നമുക്കൊരു പ്രത്യാശയുണ്ട്, അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. എല്ലാവരും നമ്മളെ മറന്നു കളഞ്ഞാൽ പ്രിയരെ, ദൈവം നമ്മെ മറക്കത്തില്ല കേട്ടോ. അതാ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. സ്നേഹിതർ മറന്നുകളയും, വാഗ്ദത്തം പ്രാപിച്ചവർ മറന്നുകളയും, സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ സഹായം അത് മാറിപ്പോകത്തില്ല. അവൻ്റെ അത്രത്തോളം വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 4ാമത്തെ മാർഗം എന്ന് പ്രാർത്ഥനയുടെ മാർഗമാണ്. പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. എഫേസ്യർ 6:18 വാക്യത്തിൽ വായിക്കുന്നു, സകല യാചന സകല പ്രാർത്ഥനയിലും ഏത് നേരത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി തന്നെ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. വേഗത്തിൽ നിന്ന് വായിച്ചിട്ട് എഫേസ്യർ 6:18 വാക്യം. സകല യാചനയിൽ സകല പ്രാർത്ഥന അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പോലും ഇല്ലാത്ത അവസരങ്ങളില്ലയോ? ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കുന്ന എല്ലാ മെസ്സേജിലും ഞാൻ പറയുന്നൊരു പദമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കുന്ന പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്ത കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് എന്നെ കൃപയാൽ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവസ്നേഹത്തിന്റെ മകുടമായ തേജസ്സിനെ ഇറങ്ങി വന്നതിനെ സ്നേഹിച്ച് വിളിച്ചു വേർതിരിച്ച് ഇന്ന് വരെ കണ്ടെത്തിയതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം, അതിൻ്റെ ഇതുവരെ നിർത്തിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ പ്രാർത്ഥനയല്ല മറ്റൊന്നുമില്ല. എഫേസ്യരിലെ പൗലോസ് പറയുന്നു, സകല യാചനയിലെ സകല പ്രാർത്ഥന ഏത് നേരത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി തന്നെ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമുക്ക് പ്രാർത്ഥനയില്ല, സ്ഥിരതയുമില്ല. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ സ്ഥിരതയുമില്ല. പെണ്ണങ്കരുതാരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിന്റെ സകല മോഹം ഒഴിഞ്ഞു പോകും പ്രിയരെ. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി നീതിയോടെ ജീവിച്ച് വാഗ്ദത്തങ്ങൾക്ക് അനുകാരികളായി തീരുവാൻ നിങ്ങൾ ഈ നാളുകൾ തീരുമാനമെടുത്തേ മതിയാകത്തുള്ളൂ. തലമുറകൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വക്രതയും കടന്നറ ലോകത്തിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയുടെ ചിറകടിയിൽ ദൈവജനം മറഞ്ഞേ മതിയാകത്തുള്ളൂ. ആക്രോശന്റെ ചിറകടി മറയുവാൻ എത്ര പേർക്ക് കഴിയും? അവരെ വാർത്ത ഞാൻ ദൈവത്തിന്റെ മഹത്വം കയറ്റുകയാണ്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധിക്ക ദൈവത്തിന്റെ ജനം ഒരു കാര്യം മറന്നു പോകരുത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കണം. ആരാധന എന്ന് പറയുന്ന ദൈവം ഉറപ്പിച്ചു. നന്ദി പ്രകടനമാണ് ആരാധന. കൈയടിച്ചത് കൊണ്ടും സ്തോത്രം. ഹല്ലേലൂയ. തമ്പേറിന്റെ ശബ്ദം കൊണ്ടും ഇൻസ്ട്രുമെന്റ്സിന്റെ മ്യൂസിക്കിന്റെ താള കോലാഹലങ്ങൾ കൊണ്ടുമല്ല, ഹൃദയത്തിന്റെ അകത്തളങ്ങൾ പിറന്ന് അന്തരാത്മാവിൽ പിറന്ന് പുറത്തു വരുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അതിനുവേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവം നടത്തിയ വിധങ്ങളെ വന്ന വഴി മറന്നു പോകാതെ ദൈവം നടത്തിയ വിധങ്ങൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. ഹൃദയത്തിന്റെ അകത്ത് നിറയാതെ നന്ദി പുറത്തു വരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആരും സഹായിക്കാൻ കഴിയാതെ പോയപ്പോൾ ദൈവത്തിന്റെ സഹായം എന്നെ നിങ്ങളെ തേടി വന്നില്ലയോ? ആ ദൈവത്തിന്റെ സഹായത്തിന്റെ കരത്തെ ഒന്ന് ഓർത്താൽ മതി. അറിയാതെ ഹൃദയത്തിനകത്ത് നന്ദി പുറപ്പെട്ടു വരേണ്ടിയായി തീരും. വിശുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയും? നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എത്തപ്പെടണമെങ്കിൽ അതിനെ അർപ്പിച്ചതുപോലെ അംഗം പൊരുതുന്നൊക്കെയും സകലത്തിനും വർജനമാചരിക്കണം. ഹല്ലേലൂയ. സകലത്തിനുമല്ല, സകലത്തിനും വർജനമാചരി പൗലോസ് പറയുകയാണ്. ഈ ലോകത്തിൽ സ്തോത്രം ഹല്ലേലൂയ നിൽക്കണമെങ്കിൽ, ഈ നശ്വരമായ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവകൃപ കൂടിയേ മതിയാകത്തുള്ളൂ. പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കുവാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. പ്രാർത്ഥനയെ കുറിച്ചൊരു
ഡെഫിനിഷൻ വേഗത്തിൽ പറയട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു കപ്പലിന് സമമാണ്. പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധിയുടെ തിരമാലകൾ തലതല്ലി കയറി വരുമ്പോൾ, ആ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താന് അറിയാം ദൈവത്തിന് സ്തോത്രം, ഇനി മുൻപോട്ട് പോയാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കപ്പിത്താൻ ഒരു കാര്യം ചെയ്യും. വലിയൊരു പവറുള്ള വെയിറ്റുള്ള വലിയൊരു സ്തോത്രമല്ല ഇരുമ്പ് ദണ്ടെടുത്ത് ഒരു വെയിറ്റ് ഭാരമുള്ള ഒരു സ്തോത്രം നങ്കൂരമെടുത്ത് ആഴക്കടലിലേക്ക് ഇടുമ്പോൾ ആ കപ്പൽ ഉറച്ചു നിൽക്കാനിടയായി തീരും. അതുപോലെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ പേമാരി പെയ്തിറങ്ങുമ്പോൾ, സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ തകർത്തു കളയുവാൻ, നിന്റെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ തകർത്തു കളയുവാൻ ശത്രു വെല്ലുവിളിച്ചതിന്റെ അരികിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ നിലവിളിക്കുന്നവനാണെങ്കിൽ, നീ ഉപവസിക്കുന്നവനാണെങ്കിൽ, ഒരു കാര്യം മറന്നു പോകാൻ, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കാൻ കഴിയുകയില്ല. ഈ ഭൂമിയിൽ അല്പം കാലം ആയുസ്സോടെ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ സ്തോത്രം ഈ ലോകം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല. മറന്നു പോകരുത്, നമുക്കൊരു വാഗ്ദത്തമുണ്ട്, നമുക്കൊരു ദൈവകൃപയുണ്ട്. നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി, പൗലോസ് പറയും, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഈ മൺകൂടാരങ്ങളിൽ പകരം നിക്ഷേപം, നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്ന ദൈവീയ നിക്ഷേപത്തെ പരിശുദ്ധാത്മാവ് ഗൈഡൻസ് ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങൾ ഇട്ടുകൊടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം വിളിച്ചത്, ദൈവത്തിന് വേണ്ടി നിൽക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മെക്കുറിച്ചുള്ള വിളി കാളുകളും ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളും ഉണ്ട്. ആ ദൈവമക്കൾ മറന്നു പോകരുത്. ഒന്ന്, ആരാധനയുടെ മാർഗം. രണ്ട്, വിശ്വാസത്തിന്റെ മാർഗം. മൂന്ന്, സ്തോത്രമല്ലേ മൂന്നാമത്തെ മാർഗം എന്തുവാ പറഞ്ഞാട്ടെ? വിശുദ്ധിയുടെ മാർഗം. നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൽ പ്രാർത്ഥനയുടെ മാർഗമാണ്. പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കുവാൻ പ്രാർത്ഥനയെല്ലാം ഒന്നുമില്ല. എഫെസ്യ ലേഖനം സ്തോത്രം, ഫിലിപ്പി ലേഖനം ദൈവത്തിന് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കർത്താവ് വരാറായി. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങൾ 2 കാലും 2 കൈയും ആമത്തിനകത്ത് പൂട്ടി സ്തോത്രം ഹല്ലേലൂയ പൗലോസ് കിടക്കുമ്പോൾ, പൗലോസ് തന്റെ ആത്മീയ നിജപുത്രനെ തിമോഥെയോസിന് പറയാറുന്ന കൈകൊണ്ടൊരു കത്തെഴുതുകയാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. എന്റെ ഓട്ടം തികച്ച വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീതിയുള്ള ന്യായാധിപൻ അത് വെളിപ്പെട്ട് വരും എനിക്കായി നൽകുമ്പോൾ നിശ്ചയമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അടുത്ത് പറയുകയാണ്, കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. ഫിലിപ്പി സഭയുടെ ഒരിക്കൽ പൗലോസ് ആത്മാവിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് നേരിട്ട് തന്നെ ജനത്തോട് ദൈവം അഭിസംബോധന ചെയ്ത, കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. അവർക്കത് കഴിയാത്തത് കൊണ്ട് കാരാഗ്രഹത്തിനകത്തളങ്ങൾ 2 കാലും 2 കൈയും ആമത്തിനകത്തോട്ട് പൂട്ടി സ്തോത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി സ്തോത്രം വിലങ്ങ് ധരിച്ചുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ 5 അടിയിൽ താഴെ പൊക്കമുള്ള പൗലോസ് ഒരു പട്ടിക്കൂടിനകത്ത് കിടക്കുന്നത് പോലെ 4 അടി താഴെയുള്ള ഒരു സ്തോത്രം ചെറിയ ഒരു അറയ്ക്ക് കിടന്നുകൊണ്ട് ആ കയ്യങ്കാലും ആമത്തിനകത്ത് പൂട്ടി തകർന്നു കിടക്കുമ്പോൾ പ്രത്യാശയോടെ തന്നെ ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? അല്പം പ്രതിസന്ധികളും അല്പം ഭാരങ്ങളും അല്പം കഷ്ടതകളും എന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം തകർന്നു പോകുന്നവരല്ലയോ? നമ്മുടെ പ്രാർത്ഥനയുടെ നങ്കൂരം ഉടഞ്ഞു പോകുന്നവരല്ലയോ? നാം ക്ഷീണിച്ചു മടുത്തു പോകുന്നവരല്ലയോ? നമ്മുടെ പ്രത്യാശ പലപ്പോഴും കൈവിട്ട് നാം പിറുപിറുക്കുന്നവരായി തീർന്നിട്ടില്ലയോ? സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയ്ക്ക് 3 വശങ്ങളുണ്ട്. ഒന്ന്, സഡൻലി ഒരു മറുപടിയുണ്ട്, സഡൻലി റിക്കവറി. അതിൽ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിനുമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വന്നിരി. 2, അല്പം കാലതാമസം എന്ന് പറയുമ്പോൾ, അല്പം താമസം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ പ്രയാസമാണ്. 3, ഒരിക്കൽ എന്നോ ദൈവം പറയും. ചില പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി പറയത്തില്ല, ദൈവം മൗനമായിരിക്കുക. ചില പ്രാർത്ഥനകൾക്ക് മൗനമായിരിക്കുമ്പോൾ ദൈവം നിന്നെ മറന്നു കളഞ്ഞത് കൊണ്ടല്ല, നിന്നെ ദൈവം ഓർക്കാത്തത് കൊണ്ടല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ മഹത്വം നിന്നെ വെളിപ്പെട്ട് വരുന്നവരെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി പറയത്തില്ല. അതുകൊണ്ട് ഭാരപ്പെട്ട് നിങ്ങൾ പിന്മാറിപ്പോകരുത്, ഭാരപ്പെട്ട പ്രാർത്ഥന കുറയ്ക്കരുത്. സ്തോത്രത്തോടെ ആയിരിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം എന്നിൽ നിങ്ങൾ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രങ്ങൾ ഏറ്റവും കഴിയും? ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പൗലോസ് പറയുന്നത്, കർത്താവിൽ നിങ്ങൾ 1-ാം അധ്യായത്തിൽ ആദ്യമായ സ്തോത്രം ഫിലിപ്പി ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കേണ്ട അവിടെ താഴെ കിട്ട കാണുന്നത് എങ്ങനെയാണ്? സ്തോത്രം, ഞാൻ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടു കൂടി കയ്യങ്കാലും ആമത്തിനകത്തോട്ട് പൂട്ടി തകർക്കപ്പെട്ടവനായി മരണത്തെക്കാത്ത മുൻപിൽ നിൽക്കുമ്പോൾ പ്രത്യാശയോടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
എത്ര പേർക്ക് ആ സന്തോഷം പകൽക്കലമുണ്ട്? ഇല്ലെങ്കിൽ കർത്താവേ ഇന്ന് പകൽക്കലം ആ സന്തോഷത്തെ ഒന്ന് മടക്കി തരണമേ. പണ്ടത്തെ പോലൊരു ശുഭത, പണ്ടത്തെ പോലൊരു ഭാവി, പണ്ടത്തെ പോലൊരു വാഗ്ദത്ത, പണ്ടത്തെ പോലൊരു അന്യഭാഷ, പണ്ടത്തെ പോലൊരു കയ്യടി, കണ്ടത്തെ പോലൊരു നൃത്തം. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം പറയാൻ കഴിയും? എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവകര ഇട്ടുകൊടുക്കാൻ കഴിയും വചനത്തിന് മുമ്പിൽ? ദൈവമേ, ആ പണ്ടത്തെ പോലൊരു ശുഭത, പണ്ടത്തെ പോലൊരു ഭാവി, പണ്ടത്തെ പോലൊരു വാഗ്ദത്തം ദൈവമേ എന്റെ പക്കൽ മടക്കി തരണമെന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാണ്? ഹൃദയത്തോടെ ദൈവം സംസാരിക്കുകയാണ്. പണ്ടത്തെ പോലൊരു ഭാവി, പണ്ടത്തെ പോലെ സന്തോഷം, പണ്ടത്തെ പോലെ ദൈവത്തിന്റെ മഹത്വം ദൈവമേ എന്നെ മടക്കി തരണമെന്ന് എത്ര പേർ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കും? ഓ താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹാലെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ആ പണ്ടത്തെ പോലെ സന്തോഷത്തിൽ, പണ്ടത്തെ പോലെ കൃപയിലേക്ക്. അപ്പോൾ പൗലോസ് നീതിയോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, എന്ത് സന്തോഷിപ്പിൻ. പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു, സൂര്യാനികബയോനും ചന്ദ്രനെ അയലോൺ താഴ് വരെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ഒരു പകലും രാത്രി നിഷ്ഫലമായി നിർത്തുവാൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കൊണ്ട്, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തനെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥന തള്ളിക്കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പ്രവാചകന് ഞാൻ പറഞ്ഞിട്ടാൽ അത് ഈ മഞ്ഞും മഴയും പെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആകാശത്തിന്റെ കിളിവാതിൽ അടച്ച് 3.5 വർഷക്കാലം ആകാശത്തിന്റെ കിളിവാതിൽ അടച്ചു കളയുവാൻ ഒരു മനുഷ്യന്റെ, ഒരു പ്രവാചകന്റെ വാക്കുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നു. മകൾ ഇന്ന് മകൾക്ക് പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ആരാധനയ്ക്ക് ശക്തിയുണ്ട്. ഓ ഗ്ലോറി. പ്രാർത്ഥന ചെറുതല്ല ദൈവത്തിന്റെ പൈതൽ. ഇതിന്റെ വാഗ്ദത്തങ്ങൾക്ക് അനുകാരികളെ ദൈവമാണ്. ശ്രദ്ധിക്കണമേ, പ്രത്യാമഷ്ടത്തെ പ്രാർത്ഥനയാലും യാചനയാലും ദീർഘക്ഷമയാലും അല്ലാതെ വാഗ്ദത്തങ്ങൾക്ക് അനുകാരികളെ തീരുവാൻ കഴിയത്തില്ല. 1 പ്രാർത്ഥന, 2 ദീർഘക്ഷമ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതിന് നമ്മുടെ ജീവിതത്തിലെ സ്തോത്രം വളരെ കുറവാണ്. 1 പ്രാർത്ഥന, 2 ദീർഘക്ഷമ. 24 വർഷം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഹൃദയത്തിനകത്തൊട്ടുകൊണ്ട് അമ്മാനമാടിയ അബ്രഹാമിനെ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഒരു സ്തോത്രത്തോടുകൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു പ്രത്യാശയ്ക്കും വഴിയില്ല, ഒരു പോസിബിലിറ്റി കാണുന്നില്ല. എല്ലാം അസാധ്യതകളാണ് മുൻപിൽ. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ഭൂമിയിലെ മണൽത്തരികൾ പോലെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് അവന്റെ വാഗ്ദത്തം അവനെ വിട്ട് മാറിപ്പോയില്ല. അവൻ നമുക്ക് പൂർവ്വപിതാവായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഈ പുതിയ നിയമസഭ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രത്യാശയുടെ മഹത്വം ദൈവസഭക്കകത്ത് വെളിപ്പെട്ട് വരും. അതിന്റെ 2 പക്ഷമില്ല ആത്മാവിൽ ദൈവസഭയുടെ വിളിച്ച് പറയട്ടെ, നിങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരുമിച്ച് ജാഗരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഒരുമിച്ച് കരയുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ, ഈ രാജ്യത്തിന്റെ നിയമത്തിന് അധിഷ്ഠമായി ഒരു ദൈവമഹത്വം ആലയത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. അലയുന്നവരായിട്ടല്ല, നിങ്ങൾ ആരെയും ഉറപ്പിക്കുക. എന്റെ ദൈവത്തിന് കഴിയും. ഈ പട്ടണത്തിന് നടുവിൽ ഈ ഗരാമണ് ദൈവം ഉറപ്പിക്കുക. ദൈവത്തിന് കഴിയുമെന്ന്. ദൈവത്തിന് മുൻപ് അസാധ്യതകളില്ല. എല്ലാ വഴികളും അടയപ്പെടുമ്പോൾ ഉയരത്തിലൊരു വഴി നിനക്ക് വേണ്ടി തുറന്നു വരും. എല്ലാ സാധ്യതകളും അടയപ്പെടുമ്പോൾ ഉയരത്തിലൊരു സാധ്യത നിനക്ക് വേണ്ടി ചരിച്ചു പുറത്തു വരും. എത്ര മകൾ സ്തോത്രം പറയാൻ കഴിയോ? എത്ര മകൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയോ? 5-ാമത്തെ മാർഗം വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. അത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 1-ാമത്തെ മാർഗം ആരാധനയുടെ മാർഗം, 2-ാമത്തെ മാർഗം വിശ്വാസം, 3-ാമത്തെ മാർഗം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ മാർഗം, 4-ാമത്തെ പ്രാർത്ഥന, 5-ാമത്തെ മാർഗം പുനരുത്ഥാനത്തിന്റെ മാർഗമാണ് നമ്മുടെ മാർഗം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും? പുനരുത്ഥാനത്തിന്റെ മാർഗമാണ് നമ്മുടെ മാർഗം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എല്ലാ മാർഗങ്ങളും കല്ലറ കൊണ്ട് അസ്തമിച്ചു പോകും. എല്ലാ സ്നേഹബന്ധങ്ങളും എല്ലാം കല്ലറ കൊണ്ട് അസ്തമിച്ചു പോകും. അതിനപ്പുറം ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് നിത്യതയുടെ മാർഗമാണ്, പുനരുത്ഥാനത്തിന്റെ മാർഗമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയോടെ നന്ദി പറയാൻ കഴിയും? എല്ലാ മാർഗങ്ങളും കല്ലറകൾ, എല്ലാ സ്നേഹബന്ധങ്ങളും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അപ്പനമ്മമാരുടെ ബന്ധങ്ങൾ, കുഞ്ഞുങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഈ ഭൂമി കൊണ്ട് അസ്തമിച്ചു പോകും. അതിനപ്പുറം ഒരു ബന്ധമുണ്ടെങ്കിൽ, അതിനപ്പുറം ഒരു സ്നേഹമുണ്ടെങ്കിൽ, അതിനപ്പുറം ഒരു മാർഗമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ മാർഗമത്രേ, അതത്ര പുനരുത്ഥാനത്തിന്റെ മാർഗം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുവാൻ, എത്ര പേർ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. ക്രിസ്തു നിദ്ര കൊണ്ടവിൽ അവൻ ആദ്യ ഫലമായി മരിച്ചോടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. അതത്രേ പുനരുത്ഥാനത്തിന്റെ മാർഗം. ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും? പ്രാർത്ഥനയാലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾക്ക് അനുകാരികളെ തീരുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എല്ലാ മാർഗങ്ങളും എല്ലാ സ്നേഹബന്ധങ്ങളും ഈ കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ സ്തോത്രം. എൻ്റെ കർത്തദാസിക്ക് ഭാര്യയ്ക്ക് വൈഫിൻ്റെ ദൈവത്തിന് ഇരുട്ട് വലിയ ഭയമാണ്. അമീശ്വത ഇപ്പം സംവിധാനങ്ങളൊക്കെ മാറി. പണ്ട് പെയ്ത്തുമേളുകൾ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം ലൈറ്റ് പോയാൽ അപ്പോഴത്തേക്കും ഒരു ടോർച്ച് ലൈറ്റ് എപ്പോഴും കരുതിയിരിക്കും. സ്തോത്രമല്ലേ, അപ്പോഴത് ഓൺ ചെയ്യും. എത്ര രാത്രിയിൽ ചാടി ഇരുന്നിട്ട് ഓൺ ചെയ്യും. അമീശ്വതം ഏറ്റവും അടുത്ത് ടീപ്പ് വെച്ചിട്ട് അതിന് വലിയൊരു ലൈറ്റ് വെച്ചിരിക്കും. കറണ്ട് പോകണോ. ഇന്നിപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. ഞാൻ അദ്ദേഹത്തിന് സ്നേഹത്തോടെ പറഞ്ഞു, നീ മരിക്കുമ്പോൾ നിന്റെ കല്ലറയിൽ ഞാനൊരു ലൈറ്റ് ഇട്ട് തരാം. സ്നേഹത്തോടെ ഞാൻ പറഞ്ഞതാ, ചുമ്മാ പറഞ്ഞതാ. അമീശ്വരം എന്ന് വെച്ചാൽ ഞാൻ ആ സ്നേഹം ഒരുപക്ഷെ അതുവരെ ഉണ്ടാകത്തുള്ളൂ. അതിനപ്പുറമായി അവളെ സ്നേഹിക്കുവാൻ നമുക്ക് ഇപ്പോൾ കഴിയത്തില്ല. അമീശ്വരം എന്നാൽ അതിനപ്പുറമായി സ്നേഹമുണ്ടെങ്കിൽ, അതിനപ്പുറം ഒരു മാർഗമുണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൻ്റെ മാർഗം അത്രേ, അതിനത്ര പുനരുദ്ധാനത്തിന് മാർഗം. എല്ലാ കണ്ണുകളുടെ പിടിക്കാം ദൈവത്തിന് സ്തോത്രം. ജൽപ്പശം ചില മിനിറ്റുകൾ കൊണ്ട് സ്തോത്ര പ്രാർത്ഥന അവസാനിപ്പാൻ പോകുകയാണ്. എല്ലാ തരങ്ങളും സ്തോത്രത്തോടെ ജാഗരിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി എല്ലാ കരങ്ങളിൽ തട്ടുകൊണ്ട് സ്തോത്രം ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇവിടെ നിർത്താൻ പോകുകയാണ്. സ്തോത്രം ഇവിടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ തരങ്ങളും തുറന്നുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്പസമയം കരങ്ങളിൽ തട്ടുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ചലിച്ചാട്ടെ. ദൈവാത്മ കരങ്ങളിൽ തട്ടിയാട്ടെ. എല്ലാവരും സ്തോത്രത്തോടു കൂടി അല്പസമയം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ചൂടാരപക്ഷേരകതിരവന്റെ മന്നകക്ഷസിയ ആടവിൽ കൈവച്ച ദൂത് പറയുന്നില്ല. ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ചുടപാരകന ശാത്തേരകര കരങ്ങളിൽ തട്ടിക്കൊണ്ട് ശക്തിയോടെ ദൈവത്തെ പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ആത്മീയ മണ്ഡലത്തിൽ വ്യത്യാസം വരുന്നതിന് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടതിന് ചൂടാരപ ശൈഡാരാജ ശാന്തേരകതിരവന്റെ മന്നകക്ഷസിയ അധുരജാന വൈഡമനബലവ ശാത്വരകതിരവന്റെ മന്നകക്ഷസിയ ശക്തമായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ചൂടാരപ ശൈഡാരകതിരവന്റെ മന്നകക്ഷസിയ എല്ലാ മാർഗങ്ങളും ഇവിടെ കൊണ്ട് അവസാനിക്കുമ്പോൾ അതിനപ്പുറമേ മാർഗമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് നിത്യതയുടെ മാർഗം അത്രേ. ചൂടാരപ ശൈഡാരാജ ശാതേരകതിരവന്റെ മന്നകക്ഷസിയ അധുരജാന വൈഡമനബല ബൗഡാനുടെ ജുഡബാരകദരേശവന്റെ നാമത്തിൽ ആത്മാവിന്റെ തീയിറങ്ങി വരട്ടെ. ചൂടാരപ ശൈഡാരാജ ശാന്തേരകതിരവന്റെ മന്നകക്ഷസിയ അധുരജാന വൈഡമനബല ബൗഡാനുടെ കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹവും പ്രശാന്തമറിയ നല്ല പ്രഭാതത്തിനായി നന്ദിയുടെ സ്തോത്രം. വിശുദ്ധ സഭായകം അനുഗ്രഹിച്ചാൽ നന്ദി പറയുന്ന കർത്താവേ, ജനത്തെ ദൈവകൃപയുടെ ചിറകടി മറച്ച് പ്രാർത്ഥിക്കും. ദൈവസഭയെ ദൈവം കരുതുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ക്രൂശിലെ ചിറകടി മറച്ച് പ്രാർത്ഥിക്കണം. വാഗ്ദത്തങ്ങൾക്ക് അനുകാരികളായി തീരുവാൻ കർത്താവ് വരുന്ന ദിവസങ്ങൾ ദൈവത്തിന് വലിയ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് ആരെങ്കിലും പറഞ്ഞു വരെ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ വാചനമാച്ചവരെ സൗഖ്യപ്പെടുത്തുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മന്റെ നാമത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ ഇവിടെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് ഈ തലമുറ കർത്താവിന്റെ നാമത്തിലൂടെ പ്രയോജനമുള്ള തലമുറകളായി തിരുവനടിയണം. ഒരു കൂട്ടം ജനത്തെ ദൈവസഭയ്ക്ക് കൊണ്ടുവരണം. കർത്താവേ, ഇവിടെ ശുശ്രൂഷ കർത്തദാസനെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ഒരുമിച്ച് അനുഗ്രഹം വിശേഷാൽ കർത്താവ് സ്തോത്രം. പ്രിയ ബ്രദർ ജെറി തോമസിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിനെ ക്ഷണിച്ച ദൈവദാസനും സഭയുടെ നന്ദിയും വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിച്ചു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവത്തെ കേൾക്കണം. സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. താങ്ക് യു. ഏതു നേരത്തും പിശാച്